വേരിയേഷൻ ചെയ്തു. അഗ്നിസാരക്രിയയുടെ മൂന്നാമത്തെ വേരിയേഷൻ. ആദ്യത്തെ 2 വേരിയേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. ഇത് മൂന്നാമത്തെ വേരിയേഷനാണ്, അഗ്നിസാരക്രിയയുടെ മൂന്നാമത്തെ വേരിയേഷൻ. നമ്മൾ അർദ്ധസിദ്ധാസനത്തിലിരിക്കുക. അർദ്ധസിദ്ധാസനം, ഒരു കാല് മടക്കി ഹീല് പെരിനിയത്തിലേക്ക് വെച്ച് അടുത്ത കാല് അതിന്റെ ഫ്രണ്ടിലേക്ക് വെക്കും. ഇതാണ് അർദ്ധസിദ്ധാസനം. ഇതിലിരിക്കാൻ പറ്റാത്തവർക്ക് സുഖാസനത്തിലേക്ക് ഇരിക്കുക. എന്നിട്ട് കാലുകൾ മാക്സിമം അകത്തി വെച്ച്, ഇനി എപ്പോഴും നമ്മൾ അഗ്നിസാരക്രിയ ചെയ്യുന്നത് നന്നായിട്ട് ഇൻഹേൽ ചെയ്ത് നന്നായിട്ട് എക്സേൽ ചെയ്ത് വായു കംപ്ലീറ്റ് പുറത്തേക്ക് കളഞ്ഞിട്ട് എന്താണ്, പിന്നെ ബ്രീത്ത് ചെയ്യത്തില്ല. ആ പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്യും, ബ്രെത്ത് ഹോൾഡ് ചെയ്യും. ഓക്കെ, ആ ഹോൾഡ് ചെയ്യുമ്പോൾ നോർമലി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വയർ ഉള്ളിലേക്ക് പോകും. ഓക്കെ, വയർ ഉള്ളിലേക്ക് പോകും. ബ്രെത്ത് ഹോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയ വയറിനെ പുറത്തേക്കും ഉള്ളിലേക്കും ആക്കുക. അതാണ് ഫസ്റ്റ് വേരിയേഷൻ. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പുറത്തേക്ക് ഉള്ളിലേക്ക് ആക്കുക. രണ്ടാമത്തെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വലതുവശത്തേക്ക്, പിന്നെ അകത്തേക്ക്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട്, പിന്നെ അകത്തേക്ക്, പിന്നെ ഇടതുവശത്തേക്ക്, പിന്നെ അകത്തേക്ക്. ഇതാണ് രണ്ടാമത്തെ വേരിയേഷൻ ഞാൻ പറഞ്ഞത്. വയറിനെ, അബ്ഡമൻ മസിൽസിനെ മൂവ് ചെയ്യുന്ന കാര്യം. അബ്ഡമൻ മസിൽസ് വലതുവശത്തേക്ക്, പിന്നെ ഉള്ളിലേക്ക്, പിന്നെ അത് കഴിഞ്ഞ് നടുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുക, ഉള്ളിലേക്ക് കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് ഇടതുവശത്തേക്ക്, പിന്നെ ഉള്ളിലേക്ക്. ഓക്കെ, ഇങ്ങനെ അബ്ഡമൻ മസിൽസിനെ കൊണ്ടുപോകുക. മൂന്നാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, റാൻഡമായിട്ട് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുറത്തേക്കും അകത്തേക്കും എപ്പോഴും 3 വേരിയേഷനിലും മസിൽസ് മൂവ് ചെയ്യേണ്ടത്, സ്റ്റൊമക്കിന്റെ മസിൽസ് മൂവ് ചെയ്യേണ്ടത് പുറത്തേക്കും ഉള്ളിലേക്കുമാണ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ മൂന്നാമത്തെ വേരിയേഷനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ മസിൽസിനെ പുറത്തേക്കും ഉള്ളിലേക്കും ആക്കും, അബ്ഡമൻ മസിൽസിനെ. അപ്പം നമ്മൾ ബോഡി ചെറുതായിട്ട് നമ്മൾ എന്താണ് സൈഡിലേക്ക് ഇങ്ങനെ പോകും. കാര്യം നമ്മൾ റാൻഡമായിട്ട് പല അബ്ഡമൻ മസിൽസിന്റെ പല വശങ്ങളിലും ഉള്ള മസിൽസിനെ നമ്മൾ പുറത്തേക്ക് ഉള്ളിലേക്ക് ആക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ചെറുതായിട്ട് ടിൽറ്റ് ഇങ്ങനെ സൈഡിലേക്ക്, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്യുമ്പോൾ വയർ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയ വയറിനെ റാൻഡമായിട്ട് അബ്ഡമൻ മസിൽസിനെ പുറത്തേക്കും ഉള്ളിലേക്കും ആക്കുന്നത് റാൻഡമായിട്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം ആദ്യം. ഒരു പ്രാവശ്യം ചെയ്തതാണ്. ഇതുപോലെ 4-5 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അബ്ഡമൻ മസിൽസിനെ മുൻപോട്ടും പുറകിലോട്ടും ആക്കുന്ന ക്രിയ, ആ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്വാസം തിരിച്ചെടുക്കണമെന്ന് തോന്നുന്നെങ്കിൽ, ഇൻഹേൽ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ക്രിയ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻഹേൽ ചെയ്യുക. നന്നായിട്ട് ഇൻഹേൽ ചെയ്തിട്ട് അടുത്ത് നന്നായിട്ട് എക്സേൽ ചെയ്ത് അടുത്ത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് നോർമൽ ബ്രെത്ത് കുറച്ച് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് ഇൻഹേൽ ചെയ്ത് നന്നായിട്ട് എക്സേൽ ചെയ്ത് വായു കംപ്ലീറ്റ് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ വയറ് നമ്മുടെ അബ്ഡമൻ മസിൽസ് ഉള്ളിലേക്ക് പോകുന്ന അബ്ഡമൻ മസിൽസിനെ റാൻഡമായിട്ട് പല രീതിയിൽ ഫ്രണ്ടിലേക്കും ഉള്ളിലേക്കും നമ്മൾ മൂവ് ചെയ്യും റാൻഡമായിട്ട്. മൂന്നാമത്തെ വേരിയേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യുക.
4-5 പ്രാവശ്യം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞവർക്ക് കൈ വിരൽ കൊണ്ട് അബ്ഡമൻ മസിൽസിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? ഈ രീതിയിൽ അബ്ഡമൻ മസിൽസിനെ ഒന്ന് പ്രസ് ചെയ്യുന്നു, ഉള്ളിലേക്ക് പ്രസ് ചെയ്യുന്നു, കൈ വിരലുകൾ കൊണ്ട് പ്രസ് ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞവർക്ക് 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞവർക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഉണ്ടോ? പ്രസ് ചെയ്ത് കൊടുക്കാം അബ്ഡമൻ മസിൽസിനെ കൈ കൊണ്ട്. കാണാൻ സാധിക്കാത്തവർ പറയുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അബ്ഡമൻ മസിൽസിനെ. കൈ വിരലുകൾ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക.